നോട്ടീസ്. പിന്നെ എനിക്ക് മനസ്സിലായി അവിടെ ഈ എനിക്കിഷ്ടമില്ലാത്ത കേസായിരുന്നു. എന്താ പറയോ, ഒരു കേസ് ക്രിമിനൽ കേസ് ആയിട്ട് മറ്റേ ഇതെല്ലാം സർവീസ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പോലെ കേസ് വന്നിട്ടുള്ളതാണ്. ബോറിംഗ് സിവിൽ സൈഡാണ്. എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് തീരെ ഇഷ്ടമല്ല. പക്ഷെ ക്രിമിനൽ ആണെന്നില്ല, ക്രിമിനൽ ഒരു മജിസ്ട്രേറ്റ് കോടതിയിലോട്ട് പോകാനാണെങ്കിൽ ഞാൻ ഇന്നും എനിക്ക് ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ എന്താ പോകണം, കേസ് നടത്തണം, വലിയ ടെൻഷൻസ് ഒന്നുമില്ല, നമ്മളൊന്നും എല്ലാവരും എഴുതണ്ട, വല്ല ആപ്ലിക്കേഷൻ പ്രതി വന്നില്ലെങ്കിൽ എഴുതുക, അല്ലെങ്കിൽ വാദി വന്നില്ലെങ്കിൽ എഴുതുക, എല്ലാം എഴുതുന്നില്ല. വലിയ തലവേദനയൊന്നുമില്ല സബ്ജക്ട് ക്രിമിനൽ കേസ് നടത്താൻ. മിക്കതും വീട്ടിൽ പോവുകയും ചെയ്യും, ഓട്ടില്ല. നമ്മുടെ കൊലപാതക കേസും നടത്തുന്നില്ലല്ലോ. ഇല്ലടാ, നല്ലതായത് എന്തോടാ, എനിക്ക് ഇഷ്ടമുള്ള പ്രൊഫഷനാണ് ഈ തെണ്ടികൾ. എന്റെ കല്യാണം കഴിച്ച ഇവനെന്റെ ചീത്തവിളിയായിരുന്നു ഞാൻ നമ്മൾ കോടതിയിൽ പോകുന്നതിന്. എന്നോട് പറയുന്നത് നിന്റെ 2 ലക്ഷം പൂര ഇത് വിറ്റാൽ നീ വരത്തില്ലല്ലോ, 2 ലക്ഷം ആദ്യം കാർഡ് കൊടുത്തു, 2 ലക്ഷം പൂര ഈ കാർഡ് വിറ്റാൽ നിന്റെ ബാങ്കിൽ ഇട്ടാൽ നീ കോടതി വരത്തില്ലല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ജോബ് ലോസ് ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അറിയാവോ കാര്യങ്ങൾ? അറിയാവോ? അതൊക്കെ വെച്ച് കാശി വാങ്ങിച്ച് ഇതിനെ നക്കിക്കൊണ്ട് നടക്കും ഇതിന് വിടുമ്പോൾ. നിങ്ങളുടെ വെറും തെണ്ടികളാണ്, തെണ്ടിയൊക്കെ നടക്കുക നമ്മുടെ പുറകില്. ഇവിടെയൊന്നും എവിടെ ഫ്യൂച്ചറ് ഇപ്പം മുക്കുമാണെങ്കിൽ എക്സാം എഴുതുന്നുണ്ട്. എക്സാം എഴുതി കഴിഞ്ഞിട്ട് എന്തുവാ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തീരുമാനിക്കാനിരിക്കുക ഫൈനലായിട്ട്. കോടതി മാനമര്യാദയ്ക്ക് അല്ലെങ്കിൽ കേരളത്തിൽ വന്ന് കോടതി പോകണം, അല്ലെങ്കിൽ ഇവിടെ കോടതി പോകണം, അല്ലെങ്കിൽ കോടതി പോയി മാനമര്യാദയ്ക്ക് ജീവിക്കണമെന്നുള്ളത്. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുന്നിട്ട് എവിടെയെങ്കിലും നോക്കണം. മുക്കും കോടതി പോയിട്ടില്ല. അവന്നും എന്താ പറയുന്നത് പഠിച്ചുകൊണ്ടിരിക്കുക, ഈ മജിസ്ട്രേറ്റ് എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുക ഇതുവരെ. നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. പക്ഷേ എന്താ പറയുന്നത്, നിന്നെ പോലെ ഇരിക്കും, മനസ്സിലായോ? നിന്നെ പോലെ ഇരിക്കുന്നു പഠിക്കും. പക്ഷെ ആദ്യം കുഴപ്പമുള്ളത് ഈ ജോലി വേണമെന്നുള്ള രീതി പഠിക്കുന്നതുകൊണ്ടൊന്നും അങ്ങോട്ട് മനസ്സിൽ നിൽക്കത്തില്ല, മനസ്സിലായോ? അതാണല്ലോ പ്രശ്നം. ഈ നമ്മൾ ജോലി എന്ന് പറഞ്ഞുകൊണ്ട് പഠിച്ചാൽ ഒരു ടെൻഷൻ കാരണം ഇതൊന്നും മനസ്സിൽ നിൽക്കത്തില്ല. അതേസമയം നമ്മളൊരു ഫ്രീ മൈൻഡ് ആണെങ്കിൽ നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ, നമ്മളിപ്പോൾ ന്യൂസ് കണ്ടാൽ നമ്മളെ മനസ്സിൽ നിൽക്കത്തില്ല. പരീക്ഷ എഴുതാനുണ്ടോ? ഇല്ലല്ലോ. ചെയ്തില്ല. മുക്കുമിന്റെ മനസ്സിൽ ഇങ്ങനെ ജോലി വേണം എന്നുള്ള ടെൻഷൻ കാരണമായിട്ട് അതൊരു വലിയൊരു ഫാക്ടറാണ്. അത് നോർത്ത് ഇന്ത്യ ഫുൾ അങ്ങനെയാണ്, നമ്മുടെ കേരളം പോലല്ല ഇവിടെ. എങ്ങനെ പ്രോബ്ലം നീയത് പറഞ്ഞു കറക്റ്റ്. വിവരം ഉണ്ടാകാനുള്ള പഠിത്തമല്ല, ആള് പഠിക്കുന്നത് ജസ്റ്റ് പരീക്ഷ എഴുതണം, ഒറ്റ ഇല്ലേ ഉള്ളൂ. പരീക്ഷ എഴുതണം, എന്നിട്ട് പിന്നെ കുറെ ആൾക്കാരുണ്ട് സത്യത്തിലില്ലേ മുക്കും ചെയ്തത് വലിയൊരു ആഴമടയത്തരമാണ്. ഈ കുട്ടിയിൽ നിങ്ങളിന്ന് ഇങ്ങനെ ചുമ്മാതെ തിയറി പഠിച്ചു വരികയാണ്. അതേസമയം ഒരു 2 ലക്ഷം രൂപ ഏതാണ്ട് കൊണ്ടുപോയി കോച്ചിങ്ങിന് കൊടുക്കും. അതേസമയം ഈ 2 ലക്ഷം രൂപ വൈകിട്ട് കൊണ്ട് കോടതിയിൽ പോയി തന്നെയുണ്ടല്ലോ ഇതെല്ലാം അവിടെ കണ്ടുപിടിക്കായിരുന്നു, അല്ലയോ? പക്ഷെ അതാ കോൺഫിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സത്യത്തിൽ കോടതി എന്നോട് പല സ്ഥലങ്ങളും പറഞ്ഞിട്ടുണ്ട്, കോടതി പോയിരിക്കുക, അവിടെ എന്തോ പ്രൊസീഡിങ്സ് നടത്തുന്നതെന്ന് കണ്ടാൽ മതിയെന്ന്. സത്യത്തിൽ അത് സത്യമാണ്. ഇല്ല നീ ആദ്യം ചെയ്തത് മജിസ്ട്രേറ്റ് കോടതിയിൽ പോകണം. മജിസ്ട്രേറ്റും മുനിസിപ്പൽ കോടതിയിൽ പോയി ഇരുന്നാല് അവിടെ നടക്കുന്ന സകല സംഗതികളും നമുക്ക് മനസ്സിലാവും. ആദ്യം എന്തുവാ ക്ലെയിം തുടങ്ങി റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്, പിന്നെ തന്നെയാണ് ഇന്റർലോക്കറി ആപ്ലിക്കേഷൻ, പിന്നെ എല്ലാം നിങ്ങൾക്ക് അറിയില്ലയോ? എന്തുവാണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പോയാൽ ഇന്നും എനിക്കറിയാം. അതുപോലെ മജിസ്ട്രേറ്റ് കോടതിയിൽ എന്തോ നമ്മൾ അവിടെ ഇരിക്കും, പ്രതി ഹാജരുണ്ടെങ്കിൽ പിന്നെ ഓരോ സ്റ്റേജ് വരും. അത്രേ ഉള്ളൂ, അതൊന്നും എനിക്ക് കൂടുതൽ
എനിക്ക് ഞാൻ ഒലവയ്ക്കാന്ന് നിന്നപ്പോ എനിക്ക് 3-5 കേസ് എന്റെ കയ്യിൽ വന്നതാ. ഇവന്മാര് എല്ലാം തിരിച്ചു വിട്ടാ. കാരണം എനിക്കൊരു കേസ് ഒന്ന് ഞാൻ നടത്തി. ആ പയ്യൻ ഒരു എന്നിട്ട് ഈ തിരുവനന്തപുരം വാങ്ങിച്ചു വെച്ചാൽ അവരോട് ഞാൻ പറഞ്ഞ ഈ കോളേജിലൊക്കെ വന്നാൽ നീ ഇതിന്റെ പണിക്ക് പോകും. 900 രൂപയാണ് ദിവസക്കൂലിക്ക് വർക്ക് ചെയ്താനാണ്. ഞാൻ പറഞ്ഞു ഞാനിവിടെ അപ്ലിക്കേഷൻ കൊടുത്തോളാം. ദിവസം വാറന്റ് ഇല്ലാതാക്കിയോ എന്നൊരു സംശയമുണ്ട്. വെയില് കളഞ്ഞിട്ടുണ്ട്, വാറന്റ് ഇല്ല. കാരണം കുറെ ദിവസം കൊണ്ട് വന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കൂലിപ്പണിക്ക് പോകുന്നതല്ല 900 രൂപ ദിവസം കിട്ടുന്ന ഇവിടെ വരുന്ന കോടതി അതുകൊണ്ട് ആപ്ലിക്കേഷൻ തരുന്നത് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ വരുത്തും. അപ്പം മത്സരത്തിന് പറയും ഇപ്പോഴേ ആർഗ്യൂ ചെയ്യണ്ട. ഡോണ്ട് ആർഗ്യൂ നൗ, ലാസ്റ്റ് യു ക്യാൻ ആർഗ്യൂ. ഇപ്പോഴേ ആർഗ്യൂ ചെയ്യണ്ട. ഞാൻ ഉള്ള കാര്യം പറഞ്ഞില്ല. അവന് ഒരു ദിവസം അവന്റെ വീട്ടിൽ അമ്മയും അവന്റെ ഡിവോഴ്സ് ആവാൻ പോകുന്ന ഒരു പെണ്ണുണ്ട്. അവൻ ദിവസത്തിന് കൂലിക്ക് പോയി കഴിഞ്ഞാൽ അവന്റെ വീട്ടിൽ പറ്റില്ല. ഒന്നാണ് ഞാൻ പറഞ്ഞത് ആപ്ലിക്കേഷൻ അങ്ങനെയുണ്ടല്ലോ പ്രൊസീഡിങ്സ്. അതൊക്കെ ഞാൻ പറഞ്ഞു. എനിക്കാരൊന്നും പറഞ്ഞാൽ ഒരു പട്ടിക എന്നെ സഹായിക്കാനില്ല. ഞാൻ തന്നെത്താനെ കാണുന്നത്. എന്നോട് മജിസ്ട്രേറ്റ് നല്ല ഒന്നാമത് ഒരു മജിസ്ട്രേറ്റ് ആയിരുന്നു, രാജശ്രീ രാജശേഖർ എന്ന് പറഞ്ഞിട്ട്. അത് അവരുടെ ഭർത്താവും മജിസ്ട്രേറ്റ് ആണ്. അവരെന്നോട് പറഞ്ഞു ഇപ്പോഴേ വാങ്ങിക്കേണ്ട മുക്കും 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 പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അങ്ങനെ എനിക്ക് ഭയങ്കര